ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. എത്രയധികം ടാക്സ് ഇവേഷൻ ഉണ്ടെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോ ഇൻകം ടാക്സിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അത് ഞാൻ അടിവരയിട്ട് പറയാം. ഇന്നലെ എല്ലാ ന്യൂസ് ചാനലിലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, റോയിയെ അറസ്റ്റ് ചെയ്യുമെന്ന ഭയം കൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധിക്കില്ല. കാരണം ഇൻകം ടാക്സ് ആക്ടിൽ അറസ്റ്റിനുള്ള പ്രൊവിഷൻ ഇല്ല. എസ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ കസ്റ്റംസോ അല്ലെങ്കിൽ മറ്റ് ആക്ടുകളിലൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അധികാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാതിരുന്നത് തന്നെയാണ്. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യക്തികളെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയം അദ്ദേഹത്തിന് ആവശ്യമില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻകം ടാക്സ് റെയ്ഡിന്റെ ഇടയിൽ ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം 28,000 കോടി എന്ന് പല ഫോബ്സിലോ എല്ലാം വന്നിട്ടുള്ളതാണ്. അത്ര വലിയ ഒരു ടാക്സ് ഇവേഷൻ ഒന്നും കണ്ടുപിടിച്ചു എന്ന് എനിക്ക് അറിവില്ല. അങ്ങനെ ഒരു വലിയ ഒരു സംഖ്യ കണ്ടുപിടിച്ചോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള രേഖയില്ല. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കോൺഫിഡന്റ് ഗ്രൂപ്പ് മാത്രമല്ല, അതോടൊപ്പം ഞാൻ പേര് പറയുന്നില്ല, 3 or 4 ഇതേപോലെ പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും കൂടി റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തുത അറിഞ്ഞപ്പോൾ ഈ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വിഡ്രോ ചെയ്യാണ് ചെയ്തത്. അത് ഡിസിഷന് പോയില്ല, അവർ തന്നെ വിഡ്രോ ചെയ്തു. കാരണം ഡിപ്പാർട്ട്മെന്റിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ഞാൻ സാങ്കേതികമായിട്ട് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡിസംബർ 3-ാം തീയതി തുടങ്ങിയ റെയ്ഡ് 8-ാം തീയതി വരെ ആ റെയ്ഡ് നടന്നു. പ്രധാനമായും ബാംഗ്ലൂരിലും കൊച്ചിയിലുമാണ് റെയ്ഡ് നടന്നത്. അതിനുശേഷം ആ സമയത്ത് അദ്ദേഹം വന്നിരുന്നില്ല, അദ്ദേഹം ദുബായിലായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ നിർബന്ധം ചെലുത്തിയില്ല അദ്ദേഹത്തോട്. അത് കഴിഞ്ഞ് ചില സംഗതികളെ ഇൻകം ടാക്സ് ആക്ടിലെ 132(3) എന്ന നിയമപ്രകാരം പ്രൊഹിബിറ്ററി ഓർഡർ ഇഷ്യൂ ചെയ്യാം. പ്രൊഹിബിറ്ററി ഓർഡർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാര്, എറണാകുളത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാര് മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്. അവിടെ റെയ്ഡ് എന്നുള്ള നിലയിലല്ല നടന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും പറയുന്നു റെയ്ഡ് നടക്കുകയല്ല ചെയ്തത്. അവിടെ പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നടന്നത്. അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പല അലമാരകളിലും പല രേഖകളും ഉണ്ടായി. ആ രേഖകളെ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഈ അസസിയുടെ, അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD-യുടെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെയും കൂടി സാന്നിധ്യത്തിൽ അത് എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. ഒരൊറ്റ പോലീസുകാർ പോലും ഈ പ്രിമൈസസിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ പോലീസുകാരൻ പോലും ഈ പ്രിമൈസസിൽ ഇത് നടക്കുമ്പോൾ ഇല്ല. 28-ാം തീയതി റോയ് അവിടെ വന്നിരുന്നു ബാംഗ്ലൂരിൽ. റോയ് പറഞ്ഞതനുസരിച്ച് റോയ് ബാംഗ്ലൂരിൽ വന്നു, ആദായനികുതി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ട് സംസാരിച്ചു.